ദേ ഇങ്ങനെ പൊങ്ങിയിരിക്കുന്ന മാവ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കാണുമ്പോ അറിയാം ഇത് വെച്ചുണ്ടാക്കുന്ന ഇഡ്ഡലിയും ദോശയെല്ലാം നല്ല സൂപ്പർ ആയിരിക്കും അല്ലേ. ഇങ്ങനത്തെ മാവ് ഉണ്ടാക്കാനായിട്ട് വലിയ പാടൊന്നുമില്ല കേട്ടോ. അത്ര വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമില്ല. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം. ഈ കണ്ടില്ലേ, ഞാൻ ഇതിനകത്ത് കാണിച്ചു തരുന്ന പോലത്തെ ഈ ഗ്ലാസ്സിന് അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്താണ് അളവ് പാത്രം ഉള്ളത് അതിനുവേണ്ടി 2.5 ഗ്ലാസ് അരി, 1 ഗ്ലാസ് ഉഴുന്ന്, ഒരല്പം ഉലുവ, ഒരു അര ടീസ്പൂൺ അത് കഴുകിയെടുക്കുക. അതിനുശേഷം അത് മുങ്ങിക്കിടക്കാനുള്ള വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു അര കപ്പ് ആവിലും കൂടി ഇട്ട് നന്നായി കുതിർക്കുക. ഒരു 5-6 മണിക്കൂർ കുതിർന്ന് കഴിയുമ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. കൂട്ടത്തിൽ ഒരു അര കപ്പ് ചോറും കൂടെ. എന്നിട്ട് ഇത് അരച്ചെടുത്തതെല്ലാം കൂടെ നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ക്ലീൻ ആക്കിയ കൈ കൊണ്ട് നല്ല വൃത്തിക്ക് ഇത് ഒന്ന് മിക്സ് ആക്കി എടുക്കണം. അതിലേക്ക് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. നെയ്യുണ്ടോ ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം ബാറ്ററിന്റെ. പിറ്റേ ദിവസം രാവിലെ നിങ്ങൾക്ക് ഈ പരുവത്തിലുള്ള മാവ് കിട്ടും. അതുകൊണ്ട് നല്ല ഫ്ലഫി ആയിട്ടുള്ള നല്ല ക്ലൗഡ് പോലുള്ള ഇഡ്ഡലിയോ അല്ലെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയോ നല്ല പേപ്പർ തിൻ ആയിട്ടുള്ള നമ്മുടെ നെയ് റോസ്റ്റും എല്ലാം നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇത് ആർക്കും ചെയ്യാം കേട്ടോ. അതിനായിട്ട് നമുക്ക് പാചകം പോലും അറിയണമെന്നില്ല. ഇനി മുതൽ ഇഡ്ഡലി ബാറ്റർ ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് അല്ലെങ്കിൽ അറിയില്ല എന്ന് ആരും പറഞ്ഞേക്കില്ല കേട്ടോ. ഇതിന് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റെസിപ്പി നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. എല്ലാവരോടും അതുകൊണ്ട് കണ്ടിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലാതെ പറ്റുമോ? അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.